ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ജോൺ കീറ്റ്സ് ഇന്നത്തെ ക്ലാസ്സിന്റെ എന്ത് ഇന്നത്തെ ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ക്ലാസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അതന്നെ അതിന്റെ ക്ലാസ്സിന്റെ റെക്കോർഡല്ലേ? അതെ അതെ. ആ റെക്കോർഡ് ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവും കേട്ടോ. ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലേ ആള്? ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രൂപ്പിലാ, നോക്കട്ടെ. ആ കേട്ടന്റെ ഗ്രൂപ്പിൽ തന്നെയല്ലേ ഉള്ളത്? കേട്ടന് ടെലഗ്രാം ഗ്രൂപ്പിലുണ്ടോ? ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലുണ്ടാവും. അതിലെല്ലാ ദിവസം ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ലിസ്റ്റ് നോക്കാം. അപ്ഡേറ്റ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേട്ടൻ്റെ ഗ്രൂപ്പ് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ആ ഇത് നിങ്ങൾ റൈറ്റ് ബാക്ക് ഇതിട്ടില്ലായിരുന്നോ? ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടില്ലായിരുന്നോ? അത് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പിൻ ചെയ്ത് വെക്കുക ഗ്രൂപ്പിൽ കേട്ടോ. പറയുന്നത് ക്ലിയർ ഇല്ല, സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാ? ആ ഓക്കെ ശരി. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചു ജോൺ കീറ്റ്സ് ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. ഹൗ പി ബി ഷെല്ലി ഡൈഡ്? പി ബി ഷെല്ലി മരിച്ചെങ്ങനെയാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ബോട്ട് ആക്സിഡന്റ് അല്ലേ? വെരി ഗുഡ്. ബൈ ഡ്രൗണിങ് ആണ്, അയാൾ മുങ്ങി മരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റിന് ദ ക്രിട്ടിക് ഹു സജസ്റ്റഡ് 3 phases ഓഫ് ഫെമിനിസം, ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ. അല്ല ഇന്നലെ എനിക്ക് അതിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നല്ലോ, അത് കണ്ടെത്തി നിങ്ങൾ? മേരി ഷെല്ലിയുടെ അമ്മേൻ്റെ പേര് കണ്ടെത്തിയോ? മേരി വോൾസൺക്രാഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും തന്നിരുന്നല്ലോ. ആരുണ്ടായിരുന്നു ആ ഒരു ടാസ്ക്? തിയേറ്റർ ഏതാ? ആബി തിയേറ്റർ. വെരി ഗുഡ്. ആബി തിയേറ്റർ നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് എന്ന് അറിയപ്പെടുന്നു കേട്ടോ. മറന്നു പോകണ്ട അത് സാധനങ്ങളൊന്നും. ഒക്കെ ഇമ്പോർട്ടൻ്റ്, കാരണം ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയകളാണ്. അത് നമ്മൾ ഐറിഷ് തിയേറ്റർ, നമ്മൾ ഐറിഷ് ലിറ്ററേച്ചർ കുറച്ച് ഡിസ്കസ് ചെയ്യണം. അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾ ലിറ്ററേച്ചർ പഠിച്ച ആൾക്കാർ അതൊക്കെ ഒരു ബേസിക്കൽ കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇതൊക്കെ ലിറ്ററേച്ചർ പഠിച്ച കുട്ടിയെ സംബന്ധിച്ചുള്ള എപ്പോഴും അറിഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ്. അല്ലാതെ ഇത്ര കാര്യമൊന്നുമില്ല. അതിനിടെ ഈ ക്വസ്റ്റിലേക്ക് വരും. ഇത് ക്രിറ്റിസം പറഞ്ഞു വെച്ച ക്വസ്റ്റ്യനാണ്. ഫെമിനൈൻ, ഫീമെയിൽ, ഫെമിനിസ്റ്റ് 3 ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട് നമ്മുടെ എലൻ ഷോവാൾട്ടർ. അതായത് ടെക്സ്റ്റിലാണ് ടുവാർഡ്സ് ഫെമിനിസ്റ്റിക് പോയറ്റിക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഒരു ക്രിട്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ട് ആളുടെ. ഈ എലൻ ഷോവാൾട്ടറൊക്കെ ഭയങ്കര ഫെമിനിസത്തെ കുറിച്ച് ഭയങ്കര സംസാരിച്ച ആളാണ്. എന്താണ് ഇത് 3 ഇതായിട്ട് തിരിക്കുന്നുണ്ട് ആൾ. ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഏജിനെ, ഈ ഏജിന് കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്. അത് അടുത്ത സ്ലൈഡിലുണ്ടാവും. സ്ലൈഡില്ലേ? ഉണ്ടാവുണ്ടാണല്ലോ. ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ത്രീക്കുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ റൈറ്റ്സുകളും കിട്ടുന്നത്. ഫെമിനൈൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ എന്തായിരുന്നു വരോ, ആ സമയത്ത് സ്ത്രീകൾക്ക് എന്തില്ലായിരുന്നു? റൈറ്റ് ടു വോട്ടിലായിരുന്നു. അതായത് വോട്ടവകാശം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ഇവർ ജസ്റ്റ് അന്നത്തെ ആ ഒരു ഇത് 1840, 1910 to 1940, അത് ആ ഒരു സ്ലൈഡിൽ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്ലൈഡ് ഇതിൽ പോയിട്ടില്ല. അത് വേറെ ഏതോ പിവൈക്കിലും ഈ സെയിം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അവിടെ വരും ആ സ്ലൈഡ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സമയത്ത് സ്ത്രീകളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞത് ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ. അതാണ് ആ സമയത്ത്. അതായത് ഈ എലൻ ഷോവാൾട്ടർ ടെക്സ്റ്റ് പറയുന്നുണ്ട്, കറക്റ്റ് ആ ഒരു ഇത് പറയുന്നുണ്ട്, ആ ഒരു ലൈനിനെ പറയുന്നുണ്ട്. ടു പ്രൊഡ്യൂസ് ബേബി ആൻഡ് ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ. അത് കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രമേ അന്ന് സ്ത്രീകളുടെ ജോലി. വേറെ ഒന്നും അവർക്ക് ജോലിയില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പിന്നെ ഈ സംഭവം ചെയ്യുക. അതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ആ സമയത്ത്. പക്ഷേ അതിനെതിരെ പ്രതികരിച്ച ആളായിരുന്നു ആര്? എലൻ ഷോവാൾട്ടർ എന്ന് പറയുന്ന ഈ ഒരു ക്രിറ്റിസിസ്റ്റ്. ഓക്കെ. പിന്നെ ഫെമിനൈനിലാണ് ഈ വോട്ട് റൈറ്റ് വരുന്നത്. പിന്നെ ഫെമിനിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് എഴുതാനുള്ള അവകാശം, റൈറ്റ് ടു എക്സ്പ്രസ് ദെയർ നമ്മളെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ഈ ഫെമിനൈൻ ഏതാണ് ഫെമിനിസ്റ്റ് ഫേസിലാണ്. ഇടയ്ക്ക് ശബ്ദം സ്ലോ ആവുന്നുണ്ടോ? എല്ലാവർക്കും പ്രശ്നമുണ്ട്? എല്ലാവർക്കും വിഷയമുണ്ടോ? അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ? ആണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കും.
ഇപ്പൊ കേക്കുന്നുണ്ട് ആ പക്ഷെ ഇടക്ക് എന്തായാലും നോക്കൂ നിങ്ങൾ. 25th ആൻസർ എന്തായിരുന്നു? 25th അതല്ലേ പറഞ്ഞത്, എലൻ ഷോവാൾട്ടർ. ചൊവ്വാഴ്ച. അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്. അത് ഈ എലൻ ഷോവാൾട്ടർ ആണ് ഫീമെയിൽ ഫെമിനൈൻ ഫെമിനിസ്റ്റ് കേട്ടോ. ഫെമിനൈൻ ഫീമെയിൽ ഫീമെയിൽ, അതായത് ഈ 3 സംഭവം ഇത് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹം 37 ആ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫെമിനൈനാണ്, പിന്നെ വരുന്നത് ഫെമിനിസ്റ്റാണ്, പിന്നെ ഫീമെയിലാണ്. അവ ലാസ്റ്റിലേക്കാണ് എന്ത് ചെയ്ത് ഫീമെയിൽ എന്നുള്ള ആ ഒരു ജെൻഡർ തന്നെ ഉണ്ടാകുന്നത്. ആ സമയത്ത് എന്തില്ല, ഫീമെയിൽ എന്ന് പറഞ്ഞ ജെൻഡർ ഇല്ല ആ സമയത്ത്. ഏത് വെൻ ഷീ റോട്ട് ദിസ് ടെക്സ്റ്റ് ടുവേർഡ്സ് ഫെമിനിസ്റ്റ്, ആ സമയത്ത് ഫീമെയിൽ എന്ന ടെക്സ്റ്റ് ഇല്ല. മെയിൽ അല്ലാത്തത് എന്താണോ അതാണ് ബാക്കിയുള്ളതൊക്കെ. അന്ന് മെയിൽ എന്നുള്ള ഒരു ജെൻഡർ മാത്രം, ഫീമെയിൽ ജെൻഡർ ഇല്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൊടുത്തത് ഫീമെയിൽ എന്ന് പറയുന്ന സ്റ്റേജ് കൊടുത്തത്. ഈ ഫീമെയിൽ എന്ന് പറയുന്ന സമയത്താണ് എന്ത് അവരൊരു ജെൻഡറായിട്ട് കണക്കാക്കുന്നത് നമ്മൾ. അതിലവരെന്തല്ല ആണല്ലാത്തത് എന്തോ അതാണ് പെണ്ണ്. ആ സമയത്ത് അത്രയും മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ അത്രയും പെട്രിയാർക്കൽ സൊസൈറ്റി, ആ പെട്രിയാർക്കിസം ആ ഒരു കീപ്പ് ചെയ്യുന്ന സൊസൈറ്റി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ. ഓർത്ത് വെക്കുക, മറന്നു പോകണ്ട. അപ്പോൾ ആ ഒരു ഓർഡർ ഓർത്ത് വെക്കുക, ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ദെൻ ഫീമെയിൽ. ഓക്കെ, മറന്നു പോയത് കേട്ടോ. ഇത് ഡിസ്കസ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതായിരുന്നു? എലൻ ഷോവാൾട്ടറുടെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയട്രി. ഓക്കെ, റൈറ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോവൽ ബൈ ബാമ അബൌട്ട് ദളിത് ലൈഫ്? സംഗതി ഇവൻസ് ആണ് അല്ലേ, വെരി ഗുഡ്. അതിൽ അക്കാമാഷി ഏതാണ്? ശരൺകുമാർ ലിമാബിളിൻ്റെ ആണ്. ജൂതൻ ഓം പ്രകാശ് വാൽമീകിയുടെയാണ്. അൺടച്ചബിൾ മുൽക്കാചാന്ദ്രനാണ്. അത് അൺടച്ചബിൾ മാത്രമേ നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ അല്ലേ ഇന്ത്യൻ റൈറ്റേഴ്സിൽ. ബാമിത് വർക്കണത് സംഗതി ഇവൻസ്. അടുത്തത്, ഇക്കോ ഫെമിനിസം കമ്പൈൻസ് എ കൺസേൺ ഓഫ്. ഇക്കോ ഫെമിനിസം വുമൺ ആൻഡ് നേച്ചർ, വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ചിട്ടുണ്ടാകാൻ പറ്റുന്ന ആൻസർ അതൊക്കെ കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ദ പാർഡനേഴ്സ് ടെയിൽ ഇസ് എ പാർട്ട് ഓഫ് കാൻറ്റർബറി, വെരി ഗുഡ്. നമുക്ക് ആ സാധനം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ലൈഫ് നെറേറ്റീവ് ഓഫ് കമലദാസ്? ലൈഫ് നെറേറ്റീവ് ഏതാ? നോറ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ഇബ്സൻസ് പ്ലേ. ഡോൾസ് ഹൗസ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഡോൾസ് ഹൗസിലെ നോട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു HSC എടുക്കാനുള്ള. അതിൽ നോറയുടെ ഹസ്ബൻഡിൻ്റെ പേരെന്താ? നോറ ഹെൽമർ. ഹസ്ബൻഡിൻ്റെ പേരെന്താ പറയും? ഒക്കെ ചിലപ്പം ക്വസ്റ്റ്യനായിട്ട് വരും, പറയാൻ പറ്റുന്നില്ല. ടോർവാൾഡ് ഹെൽമർ. ടോർവാൾഡ് ഹെൽമർ, ഹി വാസ് എ ബാങ്ക് ഓഫീസർ, അങ്ങനത്തോണ് അതിൽ വരുന്നത്. ബാങ്കിലെ മാനേജർ അങ്ങനത്തോണ് അയാളുടെ പോസ്റ്റ് വരുന്നത്. അതുപോലെ ഇതിൽ വരുന്ന കുറച്ച് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഇവള് ഒരു ടാരൻഡല ഡാൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടാരൻഡല ഡാൻസ്, ആ ഡാൻസ് കളിക്കുന്നുണ്ട് അവസാനത്തേക്ക്. അവൾ ആ ഡാൻസ് നിർത്താതെ കളിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് ഷീ അഫ്രൈഡ് ഓഫ് സംതിങ്. ഒരു ബാങ്ക് ഇഷ്യൂമായിട്ട് ഇവൾ ടോർവാൾഡിൻ്റെ കുറച്ച് ഇല്ലായ സമയത്ത്, കുറച്ച് സിക്കായ സമയത്ത് ടോർവാൾഡിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവൾ കുറച്ച് പൈസ മറിച്ചിട്ടുണ്ടാവും ബാങ്കിൽ നിന്ന്, ടോർവാൾഡ് വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന്. അപ്പോൾ ആ രഹസ്യം ടോർവാൾഡ് അറിയുമോ എന്നുള്ള പേടിയിൽ ഇവൾ നിർത്താതെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ ഡാൻസിൻ്റെ പേരിനെന്ത്? ടാരൻഡല ഡാൻസ്. ആ ടാരൻഡല ഡാൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ടാമ്പർലൈൻ. ഓക്കെ, മറന്നു പോകണ്ട. അപ്പോൾ ഡോൾസ് ഹൗസ്. അടുത്തത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് ഇസ് ലൈൻ ഫ്രം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാ? മെൻഡിങ് വാൾ. ബൈ ഹൂം? ഇത് ഏത് വർക്കാണിത്? വർക്കിൻ്റെ പേരെന്താ? സോറി, മെൻഡിങ് വാൾ വർക്ക്. ഇത് പോയിറ്റിൻ്റെ പേരെന്താ? മെൻഡിങ് വാൾ ഇത് പോയിറ്റിൻ്റെ പേരെന്താ? പറയും മക്കളെ. മെൻഡിങ് വാൾ ആരുടെ വർക്കാ? ആർക്കും അറിയില്ല. ഹി ഗോട്ട് പുലിറ്റ്സർ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 4 times. 4 തവണ പുലിറ്റ്സർ പ്രൈസ് സമ്മാനം കരസ്ഥമാക്കിയ ഒരു പോയിറ്റാണ്. 12 മക്കളുടെ അച്ഛൻ. പക്ഷേ 2 കുട്ടികൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. 12 മക്കൾ ഇയാൾക്ക് 16 വർഷം കൊണ്ട് ഇയാൾ നേടിയിട്ടുണ്ട്. അയാളുടെ വൈഫാകെ ജീവിച്ചത് 16 വർഷമാണ്. ഈ 16 വർഷത്തിനിടെ അയാൾക്ക് 12 മക്കളുണ്ടായിട്ടുണ്ട്. ആ 12 മക്കളുടെ ഒരു മറ്റേ ബറിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സാഡായിരുന്നു. ആ സാഡ്നെസ്സിൽ എഴുതിയൊരു പോയമാണ് ഹോം ബറിയൽ.
നല്ല കേട്ടില്ല. കൃഷ്ണനാണ്. ഏ കേട്ടില്ല. റോബർട്ട് ഫ്രോസ്റ്റ്, വെരി ഗുഡ്. റോബർട്ട് ഫ്രോസ്റ്റ് ആണ് കേട്ടോ ഈ വർക്ക് ചെയ്ത ആൾ. മെൻഡിങ് വാൾ ആർക്ക് പോയിട്ടാരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. ഹി വാസ് എ വിച്ച് പോയറ്റ്, വിച്ച് കൺട്രി? അമേരിക്കൻ ആണോ, ബ്രിട്ടൻ ആണോ, അതോ ഐറിഷ് പോയറ്റ് ആണോ, അതോ ആഫ്രിക്കൻ പോയറ്റ്? ഏത് പോയറ്റാ, ഏത് കൺട്രിക്കാരനാ? അമേരിക്കൻ പോയറ്റ് അല്ലേ, വെരി ഗുഡ്. ഇയാളുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ആ കോട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മുന്നേ. ആ കോട്ട് എന്തായിരുന്നു? ആ കോട്ട് ക്വസ്റ്റ്യൻ PYQ വരും, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മെൻഡിങ് വാൾ. ദ മിനിമൽ മീനിങ് യൂണിറ്റ് ഇൻ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. മിനിമൽ മീനിങ് യൂണിറ്റ് ഫോണറ്റിക്സ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ ഫോണറ്റിക്സ് നമ്മൾ അല്ല നമ്മൾ സൗണ്ട് ലോ ആയി. സൗണ്ട് പിന്നെ ലോ ആയില്ലേ? അത് ഞാൻ ഫോൺ അകത്തി പിടിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഇപ്പോഴോ? ശരി. ഓക്കെ. ഓക്കെ. ഫോണറ്റിക്സ് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഇതാ കഴിഞ്ഞല്ലേ? മോർഫീമ്, ഫോണീമ്, അലഫോണ കഴിഞ്ഞതല്ലേ? സിലബിള് കഴിഞ്ഞല്ലേ? വാട്ട് സിലബിൾ എന്താ? വാട്ട് സിലബിൾ? നിങ്ങൾക്ക് സിലബിക് ഡിവിഷൻ അറിയാം, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സാമിനേഷൻ, ഇതിൽ എത്ര സിലബിൾ ഉണ്ട്? എക്സാമിനേഷൻ 4 ഉറപ്പാ? എങ്ങനെയാണ് സിലബിൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാ? സിലബിക് ഡിവിഷൻ എങ്ങനെയാ പഠിച്ചത് നിങ്ങൾ? അത് നമുക്ക് എത്തിയിട്ടില്ല തോന്നുന്നില്ല. സിലബിക് ഡിവിഷൻ എത്തിയിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സിലബിക് ഡിവിഷൻ ഇല്ല അല്ലേ? അത് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. എക്സാമിനേഷനിൽ എത്ര സിലബിൾ ഉണ്ട്? എക്സ്, ആം, മീ, നേഷൻ. എത്ര സിലബിളായി? 5 സിലബിൾസ് ആയി അല്ലേ? അതായത് ഒരു സിലബിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദർ ഷുഡ് ബി എ വോവൽ സൗണ്ട് ആൻഡ് 1 or 2 കോൺസണൻസ്. ആ വോവൽ സൗണ്ട് വിളിക്കുന്ന പേര് നമ്മൾ എന്ത്? സിലാബിക് ന്യൂക്ലിയസ് കേട്ടോ. നമ്മൾ പഠിക്കാനുണ്ട്, കുറച്ച് പഠിക്കുന്നതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പ്ലാനിങ് നമ്മൾ ഫോണറ്റിക്സ് ഒന്ന് സ്പീഡപ്പാക്കി തീർക്കണം. ഒരു 4 ക്ലാസ് കൂടെ വേണ്ടി വരും ഫോണറ്റിക്സിന് തോന്നുന്നു. 4-5 ക്ലാസ് കൊണ്ട് ഫോണറ്റിക്സ് തീർക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ക്ലാസ് കൊണ്ട് ബാക്കി നമ്മുടെ ഏജസ് കുറച്ച് തീർക്കാനുണ്ട്. പിന്നെ ഒരു 1-2 ക്ലാസ് കൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ ലിറ്ററേച്ചറും അതുപോലെ ഐറിഷ് ലിറ്ററേച്ചറും ആഫ്രിക്കൻ ലിറ്ററേച്ചറും ഇന്ത്യൻ ലിറ്ററേച്ചറും ഇതെല്ലാം കൂടി 3-4 ക്ലാസ് കൊണ്ട് തീർക്കണം. ബാക്കി ക്ലാസ് കൊണ്ട് നമ്മളെ PYQ ഡിസ്കഷനും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാനിങ്. അങ്ങനെ പോയാൽ മതിയായിരുന്നു. അപ്പോൾ അതിന് ആൻസർ എന്താ? ദ മിനിമൽ മീനിങ് യൂണിറ്റ് ഇൻ ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. അതായത് മിനിമൽ മീനിങ് യൂണിറ്റ് ഏതാണ്? യെസ്, വെരി ഗുഡ്. മോർഫീം കേട്ടോ. വാട്ട് ഇസ് നെക്സ്റ്റ് വൺ? ദ ഓതർ ഓഫ് ദ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് ഓൾസോ റോട്ട്. ആര് വർക്കാ? ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് നമുക്കെല്ലാവരും നമ്മുടെ നമ്മുടെ ആരാണ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ വർക്ക് ചെയ്താ? ബൈബിൾ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പറയുമല്ലോ എല്ലാവരും. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബൈ എഡ്വേർഡ് ആൽബർട്ട്. ആരാ ബുക്ക് കണ്ടിട്ടുണ്ടോ? എല്ലാവരും ബുക്ക് വാങ്ങിക്കൂലേ? നമ്മൾ വലിയ കാര്യത്തിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ തന്നെ വായിക്കുന്ന ബുക്കാണ്. ആ ബുക്കും നമ്മളെ ഗ്ലോസറി ലിറ്ററേച്ചർ ടേംസും ആ ബുക്ക് നമ്മൾ വലിയ കാര്യം വാങ്ങിക്കും. പക്ഷെ ആരും തുറന്നു നോക്കാറില്ല. ഞാൻ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ തുറന്നു നോക്കിയത് ഇപ്പോൾ എച്ച് പഠിക്കുന്ന സമയത്താണ്. ഡിഗ്രി പഠിക്കുന്ന സമയത്തോ PG പഠിക്കുന്ന സമയത്തും തുറന്നു നോക്കിയില്ല ബുക്ക്. ഞാൻ പിന്നെ തുറന്നു നോക്കിയത് എച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ബുക്ക് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ മനസ്സിലായത് ഇതിൽ ബുക്ക് ഒരുപാട് ആവശ്യ സാധനങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലായത് നമുക്ക്. അപ്പോൾ ആ ബുക്ക് ആരുടെ വർക്കാ? ഹൂ റോട്ട് ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്? ആരുടെ വർക്കാ? MH എബ്രാംസ്. ഓക്കെ, MH എബ്രാംസിൻ്റെ ബുക്കാണ് കേട്ടോ. അയാൾ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാ? മിറർ ആൻഡ് ദ ലാമ്പ്. വെരി ഗുഡ്. മിറർ ആൻഡ് ദ ലാമ്പും അയാളുടെ വർക്കാണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാലിൻഡ്രോം? ഇന്നലെ പറയാൻ വിട്ടു പോയൊരു സാധനമാണ്. അതായത് നമ്മൾ ഇത് പറഞ്ഞല്ലോ, എന്താണ് നിങ്ങൾക്ക് ഞാൻ മറ്റേ പാലിൻഡ്രോം അല്ല, അത് എടുത്തിട്ടില്ല അല്ലേ? അത് ഫോണറ്റിക്സിൽ ലാസ്റ്റ് വരുന്ന സ്ലൈഡാണ് കേട്ടോ. ഫോണറ്റിക്സിൽ ലാസ്റ്റ് വരുന്ന സ്ലൈഡാണ്. ഇങ്ങനെ കുറച്ച് വേർഡ് പഠിക്കാനുണ്ടോ നമുക്ക്? പാലിൻഡ്രോം, അതുപോലെ തന്നെ പാലിൻഡ്രോം എന്താ? എങ്ങനെ? ആ സാധനം തന്നെ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും വായിക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ച് വായിക്കുന്ന സമയത്ത് സെയിം ആയിരിക്കും. ഇതിലാണ് വരുന്നത് മാഡം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. മാഡമാണ് പാലിൻഡ്രോമിന് എക്സാമ്പിൾ. വെരി ഗുഡ്. വിച്ച് ഓഫ് ദീസ് ഇസ് ട്രൂ അബൌട്ട് ദ ലെജൻഡ് ഓഫ് ഖസാക്ക്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് നമ്മളെ ലിറ്ററേച്ചർ ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്. ഖസാക്കിൻ്റെ ഇതിഹാസമല്ലേ? ബൈ OV വിജയൻ.
ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അല്ലാ പിച്ചാമല്ലാത്തതിൻ്റെ ബുക്ക് ട്രാൻസ്ലേറ്റഡ് Yeah. Translated into English by the author himself. Very good. What is William Caxton known for? വില്യം കാക്സ്റ്റൺ അറിയപ്പെടുന്ന സാധനം ഏതാ? പ്രിന്റിംഗ് പ്രസ്. ആ വെരി ഗുഡ്. ഇനി ഏത് ഇയറിലാണ് ആള് ഇത് ചെയ്യുന്നത്, ഇൻവെന്റ് ചെയ്യുന്നത്? അതും ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ക്വസ്റ്റ്യൻ വരും. ഏത് ഇയറിലാ? 1846 കേട്ടോ. അടുത്തത് ദ ഓഥർ ഓഫ് ദി ബുക്ക് ഓറിയന്റലിസം. എഡ്വാർഡ് വില്യം സെയ്ദ്. വെരി ഗുഡ്. എഡ്വാർഡ് സെയ്ദിൻ്റെ ബുക്കാണ് ഓറിയന്റലിസം. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് എ ടവറിംഗ് ന്യൂ ക്ലാസിക്കൽ ക്രിട്ടിക് ആസ് വെൽ ആസ് എ കമ്പയർ ഓഫ് എ ഡിക്ഷണറി? ഇത് ഞങ്ങൾക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓർത്ത് വെച്ചോളി സാധനം. എന്തായാലും പറഞ്ഞ ഓർമ്മ ഉണ്ടെങ്കിൽ ഡോക്ടർ ജോൺസൺ ആണ് അല്ലേ? വെരി ഗുഡ്. ഹി വാസ് എ കമ്പയർ ഓഫ് എ ഡിക്ഷണറി. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഈ MCQ ഇങ്ങനെ കാണാൻ അടുത്ത PVK സെഷൻ വരുമ്പോൾ അതിൽ 6 മോളെ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ക്രിട്ടിക്കും അതുപോലെ തന്നെ ഇയാളെ മെയിൻ പണി എന്താ വെച്ചാൽ ഉള്ള ആൾക്കാരെ മൊത്തം കുറിച്ച് കുറ്റം പറയും. ഇയാളെ മെയിൻ പരിപാടി. അതായത് ഏതൊരു പോയിന്റിന് എടുത്താലും അതിൽ ഡോക്ടർ ജോൺസൻ്റെ വക എന്തെങ്കിലും കമൻറ്റ് ഉണ്ടാവും അയാളെ കുറിച്ചിട്ട്. ഉള്ള ആൾക്കാരെ മുഴുവൻ കുറ്റം പറിച്ചിട്ടാണ് ഇയാളെ മെയിൻ പരിപാടി. അത് അതിനൊരു കുറേ ടെക്സ്റ്റോളി എഴുതിയിട്ടുണ്ടാവും. മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഡോക്ടർ ജോൺസൺ ആണ്. ഹി വാസ് ന്യൂ ക്ലാസിൽ ക്രിട്ടിക്കും അതുപോലെ തന്നെ ആരാണ് കമ്പയർ ഓഫ് എ ഡിക്ഷണറി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്? ഇത് പറയും. ഇത് പറഞ്ഞ് എല്ലാവർക്കും ആടിയിട്ടുണ്ടെന്ന്. അത് നിങ്ങളൊക്കെ ഡിഗ്രിയും PG എല്ലാം കഴിഞ്ഞ ആൾക്കാർ ഇതിലുണ്ടാവും. I have had a lot of homework this week. എന്തുകൊണ്ട് ചന്ദന ആയിക്കൂടാ? ചന്ദന ഹാഡ് ആയിക്കൂടാ? ചന്ദന ഹാഡ് ആണ് കറക്റ്റ് ഫോം. മറ്റൊരു ഹാവും ഹാഡും ഒപ്പം ഇല്ലല്ലോ. അതന്നെ അത് ശരിയാണ്. അല്ല നിങ്ങൾ പറയും ഓപ്ഷൻ B പറഞ്ഞു. നിൻ്റെ ആൻസറിന് മറുപടി പറയും. ചന്ദന ഹാഡ് സർപ്രൈസ് ടേൺ ഇൻ ലൈഫ്. അവിടെ എന്തുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് അല്ല സാധനം? പറയും മക്കളെ. അപ്പം നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങൾ ഓപ്ഷൻ B ആണ് ആൻസർ പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഞാൻ സമ്മതിക്കുന്ന ആൻസർ ഓപ്ഷൻ B ആണ്. പക്ഷെ എന്തുകൊണ്ട് ആൻസർ ഓപ്ഷൻ B ആയി? എന്തുകൊണ്ട് A ആയിക്കൂടാ? എന്തുകൊണ്ട് C ആയിക്കൂടാ? എന്തുകൊണ്ട് D ആയിക്കൂടാ? ആൻസർ പറയടോ. കാരണം എന്താ? ഫസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണോ? ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എന്തിൻ്റെതാ? പാസ്റ്റിൻ്റെ. അപ്പോൾ ഇതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്നും ഉണ്ടാണ്ടിക്കണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനാണെങ്കിൽ തന്നെ ഹാഡ് സർപ്രൈസ് ടേൺ. അത് സെൻറ്റൻസും കറക്റ്റ് അല്ല. ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് ഹോംവർക്ക് ദിസ് വീക്ക്. അതിൽ ഏതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് ഓക്സിലറി വെർബ്? ഐ ഹാവ് എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഡ് അറ്റ് ദ സെയിം ടൈം V1 ഒരു മെയിൻ വെർബായിട്ടും വരുന്ന സാധനമാണ് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. V1 ഹാസ് ഓർ ഹാവ് ആണ് വരിക. V2 ഹാഡ്, V3 ഹാഡ് ആണ് വരിക കേട്ടോ. അത് മറന്നു പോകണ്ട ഇനി. അതുകൊണ്ടാണ് ഐ ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് ഹോംവർക്ക് ദിസ് വീക്ക്. നിങ്ങൾക്ക് ഗ്രാമർ എടുത്തിട്ട് തുടങ്ങിയിട്ടില്ല ഗ്രാമർ? കുറേ ഉണ്ട് തീർക്കാനല്ലേ. ഹൗ മെനി സിലബിൾസ് ആർ ദർ ഇൻ ദ വേർഡ് ഇന്നോവേഷൻ? സിമ്പിളാണ്. വേഗം പറഞ്ഞോളി. 4. എവിടൊക്കെയാ 4? ഇന്നോവേഷൻ. ഇത്രേ ഉള്ളൂ. സിമ്പിള്. പരിപാടി സിമ്പിളാ. അതായത് വൗവൽ സൗണ്ട് വരുന്ന ഒരു സാധനം, അതാണ് സിലബിൾ എന്ന് പറയുന്നത്. അതായത് ഈ സിലബിളിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ വെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടെയ്ൻ വൺ വൗവൽ സൗണ്ട്. ഇറ്റ് ഇസ് കോൾഡ് സിലബിക് ന്യൂക്ലിയസ്. അതായത് ഓരോ സിലബിളിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെൻറ്റർ പോയി വിളിക്കുന്നത് അതിനെയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ 1 or more കോൺസണൻസ്. എന്തുണ്ടാവാം? 1 or more കോൺസണൻസ് ഉണ്ടാവാം. ഇതിൽ 1 or more കോൺസണൻസ് വരുന്ന സിലബിൾ ഏതാ? ലാസ്റ്റ് സിലബിൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ?
2 കോൺസണൻസ് അല്ലേ, ഷ് ന്. ഷ് ന് എന്ന് പറഞ്ഞാൽ 2 കോൺസണൻസ് വരുന്നത് ലാസ്റ്റ് സിലബിൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ എന്തേ ഉള്ളൂ, ഒറ്റ സിലബിളേ ഉള്ളൂ. ഓക്കെ. ദ ഫോണറ്റിക് സൗണ്ട് പ് ആൻഡ് ബ് ആർ എക്സാമ്പിൾസ് ഓഫ്, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്ലോസീവ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പ്ലോസീവ്സ് ആണ് അല്ലേ. ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ, അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ എന്തായാലും തോന്നുന്നു. ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ഈ ടോപ്പിക് എടുത്തിട്ടില്ലേ, പ്ലോസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, ഡെൻഡൽസ് ഒക്കെ എടുത്തില്ലേ, സൗണ്ട് ഡെൻഡൽസ്, എടുത്തിട്ടുണ്ടല്ലോ. എടുക്കാണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എടുക്കണ്ടെങ്കിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്, ആർ സൗണ്ട്സ് ഓഫ് പ്ലോസീവ്സ്. പ്ലോസീവ്സ് ആണ് എന്താ, സഡൻ റിലീസ് ഓഫ് എയർ ആണ് കേട്ടോ, സഡൻ റിലീസ് ഓഫ് എയർ ആണ് ത്രൂ മൗത്ത്. നമ്മൾ മൗത്തിലൂടെ സഡൻ റിലീസ് എയർ സഡനായി റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലോസീവ്സ്. മറന്നു പോകണ്ട കേട്ടോ. അടുത്തത് എ കപ്ലെറ്റ് ഈസ് എ സെറ്റ് ഓഫ്. നിങ്ങൾക്ക് ഈ മറ്റേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്ന സിമ്പിൾ, എനിക്ക് എല്ലാവർക്കും കേട്ടിട്ട് ക്വാളിഫൈഡ് ആവാം. ദ ഇമ്മീഡിയറ്റ് പാർട്ട് ബിഹൈൻഡ് ദ അപ്പർ ടീത്ത് ഈസ് കോൾഡ്, എന്തായിരുന്നു, മറന്നില്ലേ, ആൽവിയോള പറഞ്ഞില്ലേ ഞാന്. ഹാർഡ് പാലറ്റ്. ടീത്ത് കഴിഞ്ഞാൽ നേരെ മൂളം എന്താണ്, ഹാർഡ് പാലറ്റ്, ദെൻ സോഫ്റ്റ് പാലറ്റ്, ദെൻ യൂല, ദെൻ വീലം. നല്ല കുട്ടികൾ. ഹാർഡ് പാലറ്റ് ആണോ, ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോളം. എനിക്കും തെറ്റില്ലേ, ഒരു തെറ്റ് പറ്റാർക്കും പറ്റും, സ്വാഭാവികം. ഞാൻ ഒരു ദിവസം വിട്ടുപോയി. നമ്മുടെ അപ്പർ ടീത്ത് കഴിഞ്ഞാൽ നേരെ ബാക്ക് വരുന്ന ഭാഗം ടീത്ത് റിഡ്ജാണ്, അല്ല ടീത്ത് റിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സാധനം എന്ത്, ഹാർഡ് പാലറ്റ്. അപ്പോൾ ഞാൻ അന്ന് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീത്ത് റിഡ്ജിന് വേറെ കുറച്ച് പേരും കൂടി ഉണ്ട്. എന്താണ് ഇതിൻ്റെ പേരുകൾ, സൗണ്ട് പോകുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ഥലം ഇങ്ങോട്ട് മാറി. ഇപ്പോഴോ ആ, അതായത് നമ്മുടെ അപ്പർ ടീത്ത്, നമ്മളെ മുകളിലെ ടീത്ത് ഉണ്ടല്ലോ, ആ മുകളിലെ ടീത്തിൻ്റെ തൊട്ട ബാക്കിൽ വരുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് വിളിക്കുക, ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോളർ റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോളം. 3 പേരുണ്ട്, ഓർത്ത് വെച്ചോളി. ടീത്ത് റിഡ്ജ്, ആൽവിയോളം അല്ലെങ്കിൽ ആൽവിയോളാർ റിഡ്ജ് കേട്ടോ. മറന്നു പോകേണ്ട ആരുവിനി ആ സാധനങ്ങൾ, 3 സാധനങ്ങളും. ക്ലിയർ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന പോർഷനാണ് ഹാർഡ് പാലറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന പോർഷനാണ് സോഫ്റ്റ് പാലറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വരുന്ന സാധനം വിളിക്കുന്ന പേരാണത് ഉവുല അല്ലെങ്കിൽ വീലം എന്നൊക്കെ പറയാം, നമ്മൾ വീലം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരിക, ആൽവിയോളം അല്ലെങ്കിൽ ആൽവിയോളാർ റിഡ്ജ്. ഇതൊക്കെ അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഡിനോട്ട്സ് ഡബിൾ മീനിങ്? യൂഫെമിസം എന്താ, യൂഫെമിസം, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് യൂഫെമിസം? ഇപ്പം നമ്മൾ ഒരാളോട് ഒരാൾ മരിച്ചു പോകണം, ഇപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ ആരെയുള്ള മരിച്ചു പോകണം, നമ്മൾ നേരിട്ട് പോയിക്കാണ്ട് അയാളോട് പറയണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളെ മരിച്ചു പോകുന്നു പറയണതാണോ, അതോ അയാൾ എന്താണ് നമ്മളിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതാക്കി പറയല്ലോ, നമ്മൾ അതിനൊന്ന് സിമ്പിളാക്കി പറയല്ലോ. എങ്ങനെ പറയാ, ഹീ പാസ്ഡ് എവേ എന്നൊക്കെ പറയല്ലോ നമ്മൾ. അതാണ് യൂഫെമിസം കേട്ടോ. അതായത് നമ്മൾ കുറച്ച് ഹാർഡാക്കി പറഞ്ഞ പകരം കുറച്ചും സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ആ സാധനം അവതരിപ്പിക്കുക, അതിൽ വിളിക്കുന്ന പേരാണ് യൂഫെമിസം. മറന്നു പോകണ്ട. അടുത്തത് പേഴ്സണിഫിക്കേഷൻ അറിയാം, സിമിലർ അറിയാം. പണ്ണെന്താ, ഡബിൾ മീനിങ് ആണ് പണ്ണ്. വെരി ഗുഡ്. ദ വേർഡ് റഡാർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, അക്രോണിം ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സിങ്കോപ്പേഷനും ഡെറിവേഷനും എന്താ പറയുക, സിങ്കോപ്പേഷനും ഡെറിവേഷനും അതിന് എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ എനിക്ക് രണ്ടും അങ്ങോട്ടും മാറിപ്പോകുന്ന സാധനമാണ് കേട്ടോ, ഓർമ്മ നിൽക്കണില്ല. അനഗ്രാം എന്താ പറയണ്ടത്? അനഗ്രാം എന്ന് പറഞ്ഞാൽ ഈസ് എ വേർഡ് ഓഫ് ഫ്രേസ് ഫോംഡ് ബൈ റീഅറേഞ്ചിങ് ദി ലെറ്റേഴ്സ് ഡിഫറെൻറ്റ് വേർഡ്സ് ഓഫ് ഫ്രേസ്. വല്ലാത്ത അവസ്ഥയാണല്ലോ ഈ സൗണ്ടിനെ കൊണ്ടുള്ളത് ഉറപ്പേ. ഇപ്പോഴോ
ഇപ്പോൾ സൗണ്ട് ഉണ്ടോ? ശരിയായി. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് തീരെ കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ആ സൗണ്ട് കുറഞ്ഞു പോകണേ എന്ന്. ഒരു വേരിയേഷൻ വരിക, ആ ഓക്കെ ഓക്കെ കുറഞ്ഞ റൈറ്റ്. ആ കൂടിയിട്ട്. ആംഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലിസൺ എന്നുള്ള വേർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം? വേറെ വേർഡായ സൈലൻറ്റും കൂടെ ഉണ്ടാക്കാം അല്ലേ? അതിൻ്റെ വേർഡ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേറെ പുതിയ വേർഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വിളിക്കുന്നത്. പക്ഷേ വേറെ അതിൽ പുറത്തുനിന്ന് വേറെ വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പുറത്തുനിന്ന് വേറെ സ്പെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ വേർഡ് ഉപയോഗിച്ച് അതിലുള്ള സ്പെല്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് വേറെ വേർഡ് ഉണ്ടാക്കുക. അതിന് വിളിക്കുന്ന പേരാണെന്ത്? അനഗ്രാം. എന്താണ്? അനഗ്രാം. ഓക്കെ. സിങ്കോപ്പേഷനും ഡെറിവേഷനും ഞാൻ അത് രണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ സാധനം. അത് നമ്മൾ ആ ഫോണറ്റിക്സിൻ്റെ പോർഷൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറയാം കേട്ടോ. ഹൂ അമംഗ് ദ 4 given belowing strong advocates of news tourism? സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. ഗ്രീൻബ്ലാറ്റ്. ഓക്കെ. ന്യൂസ് ടൂറിസത്തിൻ്റെ മെയിൻ ആളാണ് കേട്ടോ. ന്യൂസ് ടൂറിസം ടേം കോയിൻ ചെയ്തൊക്കെ അയാളാണ്. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ആളും അയാൾ തന്നെയാണ്. I fall upon the thorns of life, I bleed is a line from the poem. ഫേമസ് ലൈനാണ് സാധനം. സോൾട്ടറി ഇപ്പൊന്നല്ല. ഓട്ട് വെസ്റ്റ് നിങ്ങൾക്ക് പോയാൽ പഠിക്കാണ്ടായിരുന്നോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി സിലബസിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത പോയേ കയറും. ചിലപ്പോൾ നിങ്ങൾക്ക് സിലബസ് PG തന്നെ പോയേ കയറും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓട്ട് വെസ്റ്റ് വിൻഡിലെ ഒരു ലൈനാണ് കേട്ടോ. ഐ ഫോൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ്. ശല്യയുടെ പോയാ. വിച്ച് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഗിവൻ ബിലോ ഡിനോട്ട്സ് എക്സാജറേഷൻ? അത് ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. എന്താണ്? ഹൈപ്പർബോള്. ഇത് ഈ ഹൈപ്പർബോളാണോ ഹൈപ്പർ ബലിയാണോ ഹൈപ്പർ ബോലിയാണോ? ഇത് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഓരോ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് പറഞ്ഞുതരാം. ഞാൻ പഠിച്ച സമയത്ത് നമ്മോട് പറഞ്ഞ സ്കൂൾ നമ്മളെ സാറ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു അനീസ് സാറുണ്ടായിരുന്നു, പ്രൊഫസർ. മുമ്പ് പറഞ്ഞു വെച്ചാൽ ഇതിന് നമുക്ക് എന്തും വിളിക്കാം. നമുക്ക് ഇഷ്ടം വിളിക്കാം. ഹൈപ്പർ ബോൾ എന്ന് വിളിക്കാം, ഹൈപ്പർ ബലി എന്ന് വിളിക്കാം, ഹൈപ്പർ ബോലി എന്ന് വിളിക്കാം. പക്ഷേ മൂപ്പർ വിളിച്ച ഹൈപ്പർ ബലി എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നതാണ് ഹൈപ്പർ ബലി എന്ന് തന്നെ കേട്ടോ. ഹൈപ്പർ ബലി. ഹൈപ്പർ ബോൾ എന്തായിരുന്നു? എക്സാജറേഷൻ. വാട്ട്സ് ഓണമട്ടോപ്പിയ? ആ ഹിസ് സൗണ്ടുകൾ, ബസ് സൗണ്ടുകൾ, ക്ലിക്ക്, ഇത്ര സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ? അതിന് വിളിക്കുന്ന പേരാണ് ഓണമട്ടോപ്പിയ. ഓക്കെ. ഓക്സിമറോൺ എന്തായിരുന്നു? ഓക്സിമറോൺ കോൺട്രാഡിക്ടറി ടേംസ്. എങ്ങനെയാണ് കൊടുക്കുക നമ്മളിപ്പോൾ? ഓക്സിമറോൺ എന്താ? അതിന് എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? കുറേ എക്സാമ്പിൾസ് ഉണ്ടല്ലോ ഇതിന്. അതിലേക്ക് വരുന്നില്ല. അതായത് ഇപ്പം നമുക്ക് ഈ എന്താണ് ആനന്ദക്കണ്ണീരിന് പറയില്ല, എന്താ ഇംഗ്ലീഷിൽ പറയാം? ആനന്ദക്കണ്ണീരിന് അത് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടല്ലോ. സ്വീറ്റ് സോറോ. അങ്ങനെ ഒരിക്കലും നമുക്ക് എപ്പോഴെങ്കിലും സോറോ സാധനം സ്വീറ്റ് ആവുമോ? കണ്ണീർ എപ്പോഴും സ്വീറ്റാണ് കണ്ണീര്? അല്ല അല്ലേ? അത് രണ്ട് സംഭവിക്കുന്ന സാധനം. കണ്ണീർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടം ഉണ്ടാകുന്ന സാധനമല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിമറോൺ. എന്താണ്? ഓക്സിമറോൺ. ക്ലിയർ അല്ലേ? ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ വേറെ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇത് പെടും. അതിൽ പെടാത്തായിട്ട് വേറൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്ത് വേറൊന്നും ഉണ്ടാവില്ല. ഹൂ തിയറൈസ് 7 types of ambiguity? 7 types of വില്യം എംസന്റെ വർക്കാണല്ലേ 7 types of ambiguity എന്ന് പറഞ്ഞ വർക്ക്. വില്യം എംസന്റെ വർക്കാണ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ് ആർ കൺസിഡേർഡ് ആസ് എ ലേറ്റ് റൊമാൻസ് ബൈ ഷേക്സ്പിയർ? ലേറ്റ് റൊമാൻസ് എന്ന് അറിയപ്പെടുന്ന ഏതാ? ടെമ്പസ്റ്റ്. അതൊക്കെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? അടുത്ത സമയത്ത് ഷേക്സ്പിയറിൻ്റെ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് റൊമാൻസ് ഏതാണ്, ഏർലി റൊമാൻസ് ഏതാണ്, ഏർലി കോമഡി ഒക്കെ കറക്റ്റ് ആ സ്ലൈഡിൽ കറക്റ്റ് അതിൽ മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചവനും കിട്ടും, പഠിക്കാത്തവനും മേപ്പെട്ട് നോക്കിയിരിക്കും. അത്രേ ഉള്ളൂ. എ മെത്തേഡ് ഓഫ് ടീച്ചിങ് വിച്ച് ഡസ് നോട്ട് റിഫ്ലക്ട് ദ ഫിലോസഫി ഓഫ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഒരിക്കലും തീരെ പാലിക്കാത്ത സാധനം ഏതാ? ഡയറക്റ്റ് മെത്തേഡ് ആണ് അല്ലേ? ബാക്കിയുള്ള കുറച്ചെങ്കിലും കുട്ടികളുടെ സംഭവം നോക്കുന്നുണ്ട്. കണ്ടാ ക്വസ്റ്റ്യൻ വന്ന് മോഡൽ കണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. എ ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് സ്റ്റുഡൻസ് വീക്ക്നെസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്ക്. ഈ സാധനം ഇത് എടുത്തിട്ടില്ല. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിന് ഓർമ്മ ആക്കണം കേട്ടോ. നാളെ വീട്ടിലെത്തിയിട്ട് ആരെങ്കിലും വിളിച്ച് ഓർമ്മ. അതിൽ കുറച്ച് സ്ലൈഡ് മിസ്സിംഗ് ഉണ്ട്. ആ സ്ലൈഡ് മിസ്സിംഗ് ആഡ് ചെയ്തിട്ട് വേണം ആ പോർഷൻക്ക്. ടൈപ്സ് ഓഫ് ടെസ്റ്റ് എടുക്കാനുണ്ട്. അതുപോലെ ലാംഗ്വേജ് ലാബ് എനിക്ക് പറഞ്ഞിട്ടില്ല.
പിന്നെ ടൈപ്സ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടില്ല. കുറച്ചും സാധനം എടുക്കാനുണ്ട്, ഒന്ന് ഓർമ്മയാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നും നാളെ ഓർമ്മയാക്കാം, മറ്റന്നാൾ ഞായറാഴ്ച ഓർമ്മയാക്കിയാൽ മതി. ഞായറാഴ്ച ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതേതാ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് മെച്ചെന്താ? നമ്മൾ എക്സാം നടത്തി, ആ എക്സാം നടത്തിയിൽ എന്ത് ചെയ്യുന്നു? ആ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ കുട്ടികൾ എല്ലാവർക്കും മാർക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഗ്രാമറിൽ അല്ലെങ്കിൽ റൈറ്റിംഗ് സെഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെഷനിൽ എല്ലാ കുട്ടികൾക്കും മാർക്ക്, കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഡയഗ്നോസ് ചെയ്തു ആ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് എന്തുള്ളത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഏരിയ. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി പഠിപ്പിച്ചിട്ട് നമ്മൾ വന്നിട്ട് എക്സാം നടത്തുന്നു വിചാരിക്കുന്നു. അങ്ങനെ വിളിക്കുന്ന ഇതാണെന്ത്? റെമഡിയൽ ടീച്ചിങ് നടത്തുന്നു. പിന്നെ ഡയഗ്നോസിസ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. വെരി ഗുഡ്. ഡയഗ്നോസിസ് ടെസ്റ്റ്. അടുത്ത് ഫ്യൂച്ചേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി. എന്താ ക്രിട്ടിക്കൽ പെഡഗോജി? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണോ? ഡയറക്റ്റ് ലേണിംഗ് ആണോ? ലേണേഴ്സ് വർക്ക് ഇൻ കൊളാബറേറ്റീവ് ഗ്രൂപ്പ്സ് ആണോ? ടീച്ചർ ടേക്സ് അപ്പ് അതോറിറ്റി റൂൾ ആണോ? ഫോളോസ് ലേണർ സെൻറ്റർഡ് അപ്രോച്ച്. അതേതാ? ഈ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞ സാധനം എന്താ? എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് സംഭവമാണ് ഈ പെഡഗോജി എന്നുള്ളത്. ഇതിലേതാ ഇല്ലാത്തത്? അതിൽ ഒരെണ്ണം മാത്രമേ ഇല്ലാത്തുള്ളൂ, 3 മാത്രമേ നമുക്ക് പെടാത്തുള്ളൂ, ബാക്കിയൊക്കെ പെടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഡി ആണ്. വെരി ഗുഡ്. ഓപ്ഷൻ ഡി. A paragraph is divided into sentences in a jumbled order. Learners have to put in the correct order. This can be an item for testing their knowledge about grammar, connective and their uses, cohesive devices, structure of and vocabulary. Question correct വായിച്ചു നോക്കുക. A paragraph is divided into sentences in a jumbled manner. Learners have to put in the correct order. This can be an item for testing their knowledge about structure and vocabulary. cohesive device എന്ന് പറഞ്ഞ സാധനം എന്താ? ആദ്യം പറയും. വാട്ട് ഈസ് cohesive devices? പറയൂ. cohesive device എന്ന് പറഞ്ഞാൽ നമ്മളെ അതാണ് സംഭവം. അതായത് നമ്മൾ കുറേ വേർഡ് തന്നിട്ടുണ്ടാവും. ആ വേർഡിനെ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് അതിന് മാച്ചിന് ഉപയോഗിക്കുന്ന cohesive വേർഡുകളുണ്ട്. ആൻഡ്, ബട്ട്, ലൈക്ക്, ഇങ്ങനെ കുറേ വേർഡുകളുണ്ട്. അങ്ങനെ വേർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വിളിക്കുന്ന പേര് നമ്മൾ cohesive device കേട്ടോ. cohesive manner എന്ന് പറയും നമ്മൾ. അടുത്തത് പിക്ക് ഔട്ട് ദ അക്സെപ്റ്റബിൾ സെൻറ്റൻസ്. ദ എക്സ്പ്ലോഷൻ കോസ്ഡ് മച്ച് ഡാമേജസ്. ദ എക്സ്പ്ലോഷൻ കോസ്ഡ് മെനി ഡാമേജ്. മച്ചും മീനുള്ള മാറ്റം എന്താ? മച്ചും മീനുള്ള മാറ്റം എന്താ? ഒന്ന് എണ്ണാൻ പറ്റും, ഒന്ന് എണ്ണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ മാറ്റം, വേറൊന്നുമില്ല. അത് പറ്റാ മച്ചെണ്ണാൻ പറ്റും. മച്ചെണ്ണാൻ പറ്റുന്ന മച്ചെണ്ണാൻ പറ്റില്ല എന്നാണോ? മച്ചെണ്ണാൻ പറ്റുമോ? മച്ച് ഡാമേജ് അവിടെ ആ സെൻസിന് കറക്റ്റ് നോക്കിയാൽ മതി. ആ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മച്ചിന് കൂടുതലുള്ള ഡാമേജസ് എന്ന് പറഞ്ഞതിനെ ഓർത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺകൗണ്ടബിൾ നൗണാണ്. പക്ഷെ നമുക്ക് മെനി എന്ത് ചെയ്യാൻ പറ്റും? എണ്ണാൻ പറ്റും. നമുക്ക് എത്ര ഡാമേജ് സംഭവിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് വിച്ച് ഓഫ് ദി മോഡൽസ് ഓഫ് ടീച്ചിങ് ഹാസ് ഫോക്കസ് ഓൺ ആക്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി. അത് നമുക്ക് എടുത്തിട്ടില്ല അല്ലേ? അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, സിനറ്റിക്സ് ആണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ കുറച്ചും കൂടി ഇത് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ഇംഗ്ലീഷ് പെട്ട സാധനങ്ങളല്ല കേട്ടോ. അഡ്വാൻസ് ഓർഗനൈസർ മോഡലൊക്കെ നാച്ചുറൽസ് പെട്ട സാധനങ്ങളാണ്. സിനറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. എ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് വിച്ച് സീക്സ് ടു പ്രൊമോട്ട് ക്രിയേറ്റീവ് തിങ്കിങ് ടിപ്പിക്കലി among സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഓഫ് ഡൈവേഴ്സ് എക്സ്പെർട്ടൈസ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് പി ഓസ്ബർൺ ആൻഡ് ആൾട്ടോ. മറന്നു പോകേണ്ട, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Advanced organizers are models which help students organize information by connecting it to a larger cognitive structure that reflects the organization of the discipline itself. Now, advanced organizers to promote the learning and retention of new information. നമ്മൾ പുതിയ ഇൻഫർമേഷൻസ് വെച്ച് അങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കുന്ന വിളിക്കുന്നത് അഡ്വാൻസ് ഓർഗനൈസർ ഒരു പുതിയൊരു സംഭവം കൊടുക്കും, പിന്നെ അതിങ്ങനെ ഉണ്ടാക്കുന്ന സാധനമാണ്. രണ്ടാമത്തത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ജെറോം ബ്രൂണറുടെ ഒരു സംഭവമാണത്. ഒരു കൺസെപ്റ്റ് മോഡൽ ഇസ് ഡിസൈൻ ടു ലീഡ് സ്റ്റുഡൻസ് ടു കൺസെപ്റ്റ് ബൈ ആസ്കിംഗ് ദം ടു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എക്സാമ്പിൾസ് ദാറ്റ് കണ്ടെയ്ൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് ദി കൺസെപ്റ്റ്. അതായത് ഒരു കോൺസെപ്റ്റ് കൊടുക്കും, അത് മറ്റുമായിട്ട് എന്ത് ചെയ്യും? ഡിസ്റ്റിങ്ഷ് ചെയ്തിട്ട് പഠിക്കുന്ന സാധനമാണ് എന്ത്? കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്ന സാധനം. അതിനുണ്ടാക്കിയാലാണ് ജെറോം ബ്രൂണറാണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡലാണ് ഡേവിഡ് പി ഓസ്ബലാണ്.
മറന്നു പോകണ്ട കേട്ടോ. The memorizing of facts solely for the purpose of passing an exam is memorization എന്താണ്? Surface learning. Surface learning. Surface learning. A specific learning disability that is characterized by difficulties with accurate word recognition and by poor spelling and decoding abilities. Dyslexia. Dyslexia. ഇത് മൂന്നും കൂടി കൊടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 3 അതിൻ്റെ കോമ്പണൻസും ചോദിച്ചിട്ടുണ്ട്. ടാർഗറ്റ് ലാംഗ്വേജസ് New learning. മദർ ടങ് ഓഫ് ദി ലേണർ ആണോ? അല്ല. ദ ലാംഗ്വേജ് ഓഫ് ദി സൊസൈറ്റി ഇൻ വിച്ച് ദി ലേണർ ഇന്ററാക്ട്സ് അല്ല. എ ന്യൂ ലാംഗ്വേജ് ലേണർ അറ്റംപ്റ്റ്സ് ലേൺ ആണോ? എ ലാംഗ്വേജ് വിച്ച് ദി ലേണർ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ആണോ? ഏതാ? Option C. ഓപ്ഷൻ സി. വെരി ഗുഡ്. New language. Basic problems associated with learning English as a second language begin with start ചെയ്യുന്ന എവിടുന്നാ? Listening and reading. ലിസണിങ് ആൻഡ് റീഡിങ്. നമ്മൾ അതിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ആക്ടിവിറ്റി എന്താ കുട്ടികൾക്ക് ഗ്രേഡ് 1 നമ്മൾ ആയതിനെ കുട്ടികൾ പോയി എഴുതാൻ പറയുകയാണ് ചെയ്യുന്നത്? അല്ല. കുട്ടികൾക്ക് എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ലിസണിങ്ങും പിന്നെ റീഡിങ് പിന്നെയാണ് എന്ത് റൈറ്റിങ് പിന്നെ അവസാനം ഒരു സാധനം എന്തുണ്ട്? സ്പീക്കിംഗ് കേട്ടോ. അത് ആ ഓർഡറിൽ ഓർത്ത് ലിസണിങ് ആ ഓർഡറെല്ലാം പഠിപ്പിക്കുമ്പോൾ അത് ലിസണിങ് റീഡിങ് പിന്നെ സ്പീക്കിങ് റൈറ്റിങ് അങ്ങനെ പിന്നെ റൈറ്റിങ് സ്പീക്കിങ് കേട്ടോ. ആ ഓർഡർ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിസണിങ്ങും റീഡിങ്ങും ആണ്. ഫങ്ഷണൽ ഗ്രാമർ ഫോക്കസ്ഡ് ഓൺ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഫോമും ഫങ്ഷനും മാറ്റം ആവർത്തിച്ച് പറഞ്ഞതാണ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ്. ഫങ്ഷണൽ ഗ്രാമർ എന്താ? കണ്ടക്സ്റ്റൽ യൂസ് ആണോ? പ്രൊണോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണോ? റൂൾസ് ഓഫ് ഗ്രാമർ ആണോ? കണ്ടക്സ്റ്റൽ യൂസ് ആണ് അല്ലേ? ഫങ്ഷൻ ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ എന്താ? വാട്ട്സ് എ ഫങ്ഷൻ ഓഫ് എ ലാംഗ്വേജ്? നമ്മൾ ഒരു കോണ്ടക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ അല്ലേ? അപ്പോൾ കണ്ടക്സ്റ്റൽ യൂസ് ആണ് ആൻസർ കേട്ടോ. എ തിയറി ഓഫ് ഗ്രാമർ കൺസേൺ വിത്ത് സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് റിലേറ്റിംഗ് ദീസ് ടു ബോത്ത് സിന്റാക്റ്റിക് പ്രോപ്പർട്ടീസ് contextual use. അടുത്തത് ജെസ്സിസ് നേറ്റീവ് ലാംഗ്വേജ് ഇസ് ബംഗാളി. ഇൻ ദ 5th standard her family moved to Kerala where Malayalam is spoken. She learns Malayalam, becomes fluent. What phenomena is Jessie exhibiting? Discrimination, mixed speech, simultaneous bilingualism, successive bilingualism. Successive bilingualism. സക്സസീവ് ബൈലിംഗ്വലിസം. ഓക്കെ, ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ നോക്കാം. വാട്ട് ഈസ് സക്സസീവ് ബൈലിംഗ്വലിസം? വാട്ട് ഈസ് റിസപ്റ്റീവ് ബൈലിംഗ്വലിസം? വാട്ട് ഈസ് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം? Successive bilingualism is when a second language is introduced after first language. An example of this would be child learning Mandarin at home and subsequently learning English when they begin to school. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? ആ കുട്ടിക്ക് ബംഗാളി അവരുടെ മദർ ടങ് ആണ് അല്ലേ? പിന്നെ ആ കുട്ടി കേരളത്തിൽ വന്ന് എന്ത് ചെയ്തു? ഷീ ലേൺഡ് എ സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു speak or she is going to ready to speak or something. That is called a successive bilingualism. What is receptive bilingualism? Receptive bilingualism is when you can understand 2 languages but only speak in one language. അത് നമ്മുടെ കാര്യം. അപ്പോൾ നമുക്ക് 2 ലാംഗ്വേജ് അറിയാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാംഗ്വേജ് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ആ കുട്ടിക്ക് എന്തല്ല? ആ കുട്ടിക്ക് ബംഗാളിയും അറിയാം മലയാളവും അറിയാം, 2 നന്നായി സംസാരിക്കും. അടുത്തത് simultaneous bilingualism. Simultaneous bilingualism is a form of bilingualism that takes place when a child becomes bilingual by learning 2 languages from birth. അത് ബർത്ത് മുതൽ തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാം? 2 ലാംഗ്വേജ് അറിയാം. ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് എന്താ വെച്ചാൽ if his father is Malayali, if his mother is Bengali, so he will be able to know both languages അല്ലേ? 2 ലാംഗ്വേജും പഠിക്കാനുള്ള ടെൻഡൻസി ആ കുട്ടിക്ക് വരും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന ലാംഗ്വേജ് ടെക്നിക്ക് എന്താണ്? സൈമിൾട്ടേനിയസ് ബൈലിംഗ്വലിസം ആണ് കേട്ടോ. ഓർത്ത് വെക്കുക, അത് 3 തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെക്കുക, മറന്നു പോകണ്ട. സക്സസീവ് പഠിച്ചു, റിസപ്റ്റീവ് പഠിച്ചു, സൈമിൾട്ടേനിയസ് പഠിച്ചു. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുക വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലേ, ഇതാവൂലെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും? പോലെ മാറ്റിത്തരും. Use of the English language is promoted worldwide not because of its vibrancy as a global language, innovation and competitiveness, special features also in Indo-European, importance as language of internet and press. ഏതാണ് അതിന് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത? ഓപ്ഷൻ സി ആണ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ഫാമിലി ഓഫ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ആരും പഠിച്ചിട്ടുണ്ടോ? ഫാമിലി ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് കേട്ടോ. അതായത് ഒരു മിക്സിംഗ് അപ്പ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ HSK ആ ടോപ്പിക്ക് വരുന്നുണ്ട്, സമയം കിട്ടുന്ന പോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ,
അപ്പോൾ എത്രയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാം എന്ന് വിചാരിക്കുന്നു. മിക്കവാറും നാളെ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. 80 ക്വസ്റ്റ്യൻ അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഒന്ന് 13 ബാക്കി കുഴപ്പമില്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ടൈം ആക്കാൻ നോക്കൂ. കാരണം 8 മണിക്കത്തെ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഇതുവരെയുള്ള ക്ലാസ് ഒന്നും ശരിക്കും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്താ പറയുക, എനിക്കിപ്പോൾ ഇതിങ്ങനെ പറ്റുന്നതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോകാത്തോണ്ടാ. നാളെ നമുക്ക് സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകുമ്പോൾ ക്ലാസ് കിടക്കും. ക്ലാസ് കാണാൻ വൈകുന്നേരം ഓക്കെയാണ്. വൈകുന്നേരം ഒരു 3:30 to ഞാൻ ഫ്രീ ആണ്. എൻ്റെ ക്ലാസ് 2:30 എല്ലാവർക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫിക്സ് ചെയ്യും. കുട്ടികൾക്ക് പരീക്ഷ ഉള്ള സമയമാണ്, ക്രിസ്മസ് എക്സാം ഇതൊക്കെ ആയിട്ട്. പിന്നെ വൈകുന്നേരം തിരക്കുള്ള ഒരു ടൈമാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് നേരത്തെ ആക്കി കഴിഞ്ഞാൽ. പറഞ്ഞോളൂ, എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറയോ? മാറ്റിയാല് ഒരു ഉപകാരമായിരുന്നു. മക്കള് ശ്രദ്ധിക്കൂലേ, നമ്മൾ അവരെയും ശ്രദ്ധിക്കണ്ടേ പഠിക്കുന്ന കാര്യത്തിൽ. അത് വേണം, നമ്മൾ മാത്രം പഠിച്ചാൽ ആരും പഠിപ്പിക്കണം. വൈകുന്നേരം ഒരു സാർ ഒരു ടൈം ഫിക്സ് ചെയ്താ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ക്ലാസ് 4-നായിരിക്കും കേട്ടോ. 4 മണിക്കായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ക്ലാസ് 4 മണിക്കായിരിക്കും കേട്ടോ. ഓക്കെ സർ, താങ്ക് യു വെരി 4 മച്ച്. to 5 അല്ലെങ്കിൽ 4 to 4:45 ക്ലാസ് നിങ്ങൾക്ക് ആവുന്നുണ്ടാവാം. അത് എനിക്കും ഒരു ഉപകാരം. കാരണം എനിക്ക് നൈറ്റ് HS ക്ലാസ് കൂടി വരുന്ന സമയത്ത് നിങ്ങളും കൂടി വരുമ്പോഴേ എല്ലാം കൂടി ഓവർലോഡാവും. എല്ലാം കൂടി എനിക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ആക്കണമെങ്കിൽ ഞാൻ പിന്നെ നേരത്തെ ആക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് നേരത്തെ ആക്കാത്തത്. വർക്കിംഗ് വുമൻസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ആക്കാത്തത്. ആ ഒരു സമയമാക്കി സ്കൂളിൽ വരുന്ന സമയമൊക്കെ ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കണം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് 4 to 5 ആക്കാം കേട്ടോ. എല്ലാവർക്കും ഇതില്ലല്ലോ, പോഷൻ ആർക്കില്ലല്ലോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് നാളെ കാണാം.